മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മൾ ഇവിടെ ഒരു വീഡിയോ കൊടുക്കുക. ഇതൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളും ഇതെടുത്തൊന്നും മുന്നോട്ട് വെക്കില്ല, ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുക്കില്ല. അവരൊക്കെ കോക്രോച്ച് ജനതാ പാർട്ടിയെ വെളുപ്പിക്കാനുള്ള ഓട്ട മത്സരത്തിലാ. നിങ്ങൾ ഇതൊന്ന് കേട്ടോക്കൂ. क्योंकि है भाई उमर खालिद शर्जील इमाम को ये लोग आतंकवादी नहीं मानते हैं। अफजल हम शर्मिंदा है तेरे कातिल जिंदा है कहते हैं। तुम कितने अफजल निकलोगे हर घर, तुम कितने अफजल मारोगे हर घर से अफजल निकलेगा। जो अफजल आतंकवादी का समर्थन करे, कश्मीर को जो तोड़ने की बात कर रहा था, तो टुकड़े गैंग वाला नहीं होगा तो और कौन होगा। लेकिन ये नारा तो एडिटेड बताया जा रहा है और अभी कोर्ट में भी प्रूफ नहीं हुआ है। अभी तो जब डंडे पड़े हैं और जेल में है तो एडिटेड बता रहे हैं। एडिटेड है ना, उनके अब्बा अम्मा शर्जील इमाम के कम से कम इतना कह दे भारत माता की जय, वंदे मातरम नहीं कहेंगे क्यों? നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതൊക്കെ കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് സാധാരണക്കാർ കൊടുക്കുന്ന മറുപടിയാ. ആളുകൾ അവരെ തുക്കടെ തുക്കടെ ഗ്യാങ്, രാജ്യത്തെ കഷ്ണം കഷ്ണമാക്കാൻ നോക്കുന്ന സംഘം എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടിയാണ്, പിന്നെ അല്ലാതെ സഹോദരി ഉമർ ഖാലിദിനെയും ഷർജീൽ ഇമാമിനെയും പോലുള്ളവരെ ഇവർ ഭീകരവാദികളായി അംഗീകരിക്കുന്നില്ല. അഫ്സൽ ഞങ്ങൾ ലജ്ജിക്കുന്നു, തന്റെ ഘാതകർ ജീവിച്ചിരിപ്പുണ്ട് എന്നും എത്ര അഫ്സൽമാരെ കൊന്നാലും ഓരോ വീട്ടിൽ നിന്നും അഫ്സൽമാർ ഇറങ്ങി വരും എന്നുമല്ലേ ഇവർ പറയുന്നത്. അപ്പോൾ അഫ്സൽ എന്ന ഭീകരവാദിയെ പിന്തുണയ്ക്കുകയും കശ്മീരിനെ കഷ്ണം കഷ്ണമാക്കാൻ സംസാരിക്കുകയും ചെയ്യുന്നവർ തുക്കടെ തുക്കടെ ഗ്യാങ് അല്ലെങ്കിൽ പിന്നെ ആരാണ്? തീവ്രവാദി അല്ലെങ്കിൽ അയാളുടെ വീട്ടുകാർ വന്ന് ഭാരത് മാതാ കി ജയ് എന്നും വന്ദേ മാതരം എന്നും പറയട്ടെ. ഡൽഹിയിലെ സാധാരണക്കാർ പറയുന്നത് ഞാനൊന്നെടുത്ത് മുന്നോട്ട് വെച്ചെന്നേ ഉള്ളൂ. മറ്റൊന്നുകൂടി കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു. कॉकरोच जनता पार्टी ये नहीं है, ये टुकड़े गैंग है। इसमें इंग्लैंड से भी लोग आए हैं, अमेरिका से भी आए हैं, बाकी बांग्लादेशी भी सपोर्टर है, उनके फॉलोअर्स। अब उनको देखो, ये अफजल हम शर्मिंदा है तेरे कातिल जिंदा है, कश्मीर की आज़ादी भारत की बर्बादी, असम चिकन नेक को काट देंगे, सब टुकड़े गैंग वाले हैं। ये भारत भारतीय तस्वीर का कोई लेना देना नहीं है। लेकिन सर यहाँ तो नीट का मुद्दा चल रहा है ना। हाँ, मुद्दे पर प्रधानमंत्री नरेंद्र मोदी से निवेदन करता हूँ, दोषियों को फांसी पे चढ़ाएं, युवाओं के भविष्य के साथ खिलवाड़ नहीं करें। लेकिन नीट के लिए കേട്ടില്ലേ? ഞാൻ അതിന്റെയും പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. കോക്രോച്ച് ജനതാ പാർട്ടിയെ പറ്റി എന്തു പറയുന്നു? അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ്, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് പലരും ചേർന്നതാണ്. ഇതിൽ ഒറീസ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇതിന്റെ അനുയായികളെ നോക്കൂ, നമുക്ക് തന്നെ നാണക്കേടാണ്. ഇവർ കാശ്മീരിന്റെ ആസാദ്, ഭാരതത്തിന്റെ നാശമൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. ഇത് ഭാരതത്തിന്റെ നന്മ ഉദ്ദേശിച്ചുള്ളതല്ല. ഞാൻ മോദിജിയോട് പറയുന്നു, ഈ കുറ്റവാളികളെ തൂക്കിക്കൊല്ലണമെന്ന്. ഇത് സാധാരണക്കാര് പറയുന്നതിന്റെ ഒരു ഭാഗം എടുത്ത് ഞാനൊന്നെടുത്ത് മുന്നോട്ട് വെച്ചെന്നേ ഉള്ളൂ. ഇതൊന്നും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കില്ല. ഇനി ഇവിടെയുള്ള സോനം വാങ്ചുകിനെയാണ് ഇവിടെ ഒരുപാട് ആളുകൾ പോരാളികളാക്കുന്നത്. ഇതേ സോനം വാങ്ചുകിന്റെ ഇൻസ്റ്റഗ്രാമിലുള്ളൊരു വീഡിയോയുടെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ 2025 പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ ഈ സോനം വാങ്ചുക് ഇവിടെ പോരാളിയായിട്ടാണല്ലോ സോനം വാങ്ചുകിനെ പറയുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തു. സാധാരണക്കാർ കൃത്യമായിട്ട് പറയുന്നു, എന്തിനാണ് ഇവിടെ കശ്മീരിന്റെ കാര്യം പോലും വിളിച്ചു പറയുന്നത് എന്ന്. അത് വെറുതെ പറയുന്നതല്ല. ഈ സോനം വാങ്ചുക് ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് സോനം വാങ്ചുകിന്റെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഉണ്ട്. ഈ സോനം വാങ്ചുക് തന്നെ പറയുന്നത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇസ്ലാമാബാദിലാണ്. പാകിസ്ഥാനിലെ ഡോൺ മീഡിയ സംഘടിപ്പിച്ച ബ്രീത്ത് പാകിസ്ഥാൻ എന്ന കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് ഞാൻ. ഈ സമ്മേളനത്തിൽ വെച്ച ഉയർന്ന ഹിമാലയൻ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടുകൾ ഞാൻ പങ്കുവെച്ചു. നമ്മുടെ ശത്രു രാജ്യത്ത് പോയിട്ടാണ് ഹിമാലയൻ കാലാവസ്ഥയെ കുറിച്ചൊക്കെ ഡയലോഗ് അടിക്കുന്നത്. സകല മലയാളികളും തിരിച്ചറിയാം, ഈ സോനം വാങ്ചുകൊക്കെ ഇസ്ലാമാബാദിൽ നമ്മുടെ ഹിമാലയൻ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട്. നമ്മുടെ ശത്രു രാജ്യത്ത് പോയിട്ട് ഇത് സകല മലയാളികളും തിരിച്ചറിയും. ഇതൊന്നും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എടുത്ത് മുന്നോട്ട് വെക്കില്ല. അവർ കോക്രോച്ച് ജനതാ പാർട്ടിയെ വെളുപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്.
ഇവിടുന്ന് പല സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഡൽഹിയിലേക്ക് പോകുന്നു. വലിയ ഗ്യാങ് ആയിട്ടാണ് ഇപ്പോ കോക്രോച്ച് ജനതാ പാർട്ടിയെ നമ്മുടെ കേരളത്തിൽ വലിയ എന്തോ സംഭവമായിട്ട് പൊക്കിപ്പിടിക്കുന്നത്. കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആ സമരം കണ്ട ആളുകൾ തുറന്നടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിനെതിരെയാണ്. പാർലമെന്റിലേക്കുള്ള മാർച്ച് അത് അംഗീകരിക്കില്ല, ഏത് സർക്കാർ രാജ്യം ഭരിച്ചാലും. ഇനി ഒക്കെ പോട്ടെ, ഈ രാഹുൽ ഗാന്ധിക്ക് പോലും ഈ സമരത്തിലേക്ക് എത്തിയത് ഈ ദിവസം ഇന്നല്ലേ രാഹുൽ ഗാന്ധി എത്തിയിട്ടുള്ളത്. ഇത് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ എടുക്കുന്ന ഏറ്റവും മണ്ടൻ തീരുമാനം. രാഹുൽ ഗാന്ധിയൊക്കെ ഒരു വകക്കും കൊള്ളില്ല എന്ന് കരുതിയിട്ടല്ലേ ഇവിടെ കോൺഗ്രസിനൊപ്പം നിൽക്കാതെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പാർട്ടിയൊക്കെ രൂപീകരിച്ച് ചില ആളുകൾ രംഗത്തെത്തിയിട്ടുള്ളത്. എന്നിട്ട് അവരുടെ അടുത്തേക്ക് രാഹുൽ ഗാന്ധി എത്തുകയാണെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതും രാജ്യത്തെ ജനത കൃത്യമായിട്ട് തിരിച്ചറിയില്ലേ. എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അതിൽ ഇടപെടണമെങ്കിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭരണമൊക്കെ കാഴ്ചവെച്ച 19 വർഷക്കാലം രാജ്യം അടക്കി ഭരിച്ച ഒരു പാർട്ടിയുടെ ഗതികേട് എവിടേക്ക് എത്തി നിൽക്കുന്നത്? ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പോയിട്ട് പിന്തുണ കൊടുക്കുക, അതിലേക്ക് നേരിട്ടെത്തുക. ഇതിന് പകരം രാഹുൽ ഗാന്ധിക്ക് സമരം ചെയ്തുകൂടെ? രാഹുൽ ഗാന്ധിക്ക് പ്രതിഷേധം നടത്തിക്കൂടെ? എന്തിനാണ് ഈ പറയുന്ന നേപ്പാളൊക്കെ ആവർത്തിക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടത്തിനിടയിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നത്? എന്തിനാണ് ഇസ്ലാമാബാദിൽ പോയിട്ട് വലിയ ചർച്ചകളും വലിയ ഡയലോഗൊക്കെ അടിക്കുന്ന സോനം വാങ്ചുകിനെ പോലെയുള്ള ആളുകൾ നടത്തുന്ന സമരത്തിലേക്ക് പോകുന്നത്? ഈ സോനം വാങ്ചുക് ചൈനയുടെ ആർമിയെ നമ്മുടെ രാജ്യത്തേക്ക് വാതിൽ തുറന്നു കൊടുക്കും, സൗകര്യം ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞ സോനം വാങ്ചുക്, ഈ സോനം വാങ്ചുക് തന്നെ നേപ്പാളും ബംഗ്ലാദേശും ആവർത്തിക്കുമെന്ന തരത്തിൽ ലഡാക്കിൽ പ്രസംഗം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഏറ്റുപിടിച്ചാണ് ഇപ്പോ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വലിയ വിഭാഗം ആളുകൾ ഇപ്പോ തെരുവിൽ ആക്രോശം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് നിരവധി പോലീസ് വാഹനങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടി അടിച്ചു തകർത്തില്ലേ? നിരവധി പോലീസുകാരെ ആക്രമിച്ചില്ലേ? മാധ്യമ പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ? ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടോണ്ടിരിക്കല്ലേ? നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നില്ലെങ്കിലും യാഥാർത്ഥ്യം ഇതല്ലേ? രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്തുണ കൊടുക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഏറ്റവും വലിയ ആനവണ്ടത്തരമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കേട്ടോ. കാരണം മറ്റൊന്നല്ല, കോക്രോച്ച് ജനതാ പാർട്ടിയെ വിശ്വസിക്കുന്ന ആരും തന്നെ കോൺഗ്രസിനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൽ ചേരാതെ കോക്രോച്ച് ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധിയുടെ ഒരു പരാജയം കൂടിയാണ്. രാഹുൽ ഗാന്ധി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിലൊക്കെ പോവുക എന്ന് പറയുന്നത് ഇതൊക്കെ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയാ. രാജ്യ തലസ്ഥാനത്ത് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്നത് രാജ്യത്തിനെതിരെയുള്ള ഒരു സമരമാണ്, സമരമല്ല കലാപമാണ് നടത്തുന്നത്. അവിടെയുള്ള ആളുകൾ പറയുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. പരമാവധി ഈ വീഡിയോ ഒക്കെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. എന്താണ് തലസ്ഥാന നഗരിയിൽ നടക്കുന്നത്? തലസ്ഥാന നഗരിയിൽ ചോദ്യപേപ്പറിനുള്ള സമരമൊന്നുമല്ല, മറിച്ച് രാജ്യത്തിനെതിരെയുള്ള കലാപമാണ് കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യ തലസ്ഥാനത്ത് നടത്തുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.